ഈ സ്റ്റേജിന്റെ ഇരുവശങ്ങളിലും മുൻഭാഗത്തുമുള്ള എല്ലാ ലൈറ്റുകളും എത്രയും പെട്ടെന്ന് ഓഫ് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു. നാടകം കാണുവാനെത്തിയ നിങ്ങൾക്കേവർക്കും ശ്രേയ കലാക്ഷേത്രത്തിന്റെ സ്നേഹസ്വാഗതം. വന്ദേ വിഷ്ണു ജയ ജയ നാമുകൻ വന്ദിതാനിൻ മുക്കണ്ണൻ ഗജമുഖനഖിലം വാണിദേവി തുണയ്ക്ക. 3000 വർഷങ്ങൾക്ക് മുമ്പ് 7ാം ശതകത്തിൽ നടന്ന ചരിത്ര സംഭവം. മഹാകവി ഇളങ്കോ അടികൾ രചിച്ച ചിലപ്പതികാരമെന്ന മഹാകാവ്യത്തിന്റെ നാടക ആവിഷ്കാരം. പതിയുടെ വഴിവിട്ട പെരുമാറ്റത്തിന് ശേഷവും പതിയോടുള്ള അകമഴിഞ്ഞ കരുണയും ആരാധനയും കൈവിടാത്ത ദൈവീകതയുടെ പ്രതീകമായ പാതിവൃത്യത്തിന്റെ ദേവതയായ ഒരു ശ്രീരത്നത്തിന്റെ കഥ. കുമാരനെല്ലൂർ ഭഗവതിയുടെയും ആറ്റുകാലമ്മയുടെയും ചരിത്രം ഓർമ്മിപ്പിക്കുന്ന ചേരവംശജൻ ചേരൻ ചെങ്കുട്ടവൻ കൊടുങ്ങല്ലൂരിൽ പ്രതിഷ്ഠിച്ച് ദേവി കൊടുങ്ങല്ലൂരമ്മയിൽ വിലയം പ്രാപിച്ച കണ്ണകി ദേവിയുടെ കഥ. കണ്ണകി കണ്ണകി അവതരണം ശ്രേയ കലാക്ഷേത്രം, തലശ്ശേരി. പ്രതികാരം ചെയ്യേണ്ടതാണ്. പൂജകൾ ചെയ്യുക, ഒഴിഞ്ഞു പോകണം. ഏത് മാറ്റം? അതിനും പ്രായശ്ചിത്തം ചെയ്യാം. കുടുംബത്തിൽ ആരെയും ഉപദ്രവിക്കരുത്.
വളരെ അടങ്ങാത്ത കോപമാണ് നാം കാണുന്നത്. പ്രേത പിശാചുക്കളൊന്നുമല്ല ഈ ശരീരത്തിൽ. കണ്ണകി ദേവിയാണ്. തട്ടാന്മാരുടെ വംശപരമ്പരകളോടുള്ള തീരാപ്പകയ്ക്ക് ശാന്തി ലഭിക്കണമെങ്കിൽ ശാന്തി പരിഹാരം ചെയ്യുക. ദുർഗാദേവി ഇവിടെ കൊടുങ്ങല്ലൂരമ്മയുടെ സന്നിധിയിലേക്ക് ഉടനെ കൊണ്ടുപോകുക. ഇന്ന് വീരഭരണിയാണ്. പൂരത്തിലെ അവസാന നാൾ. കൊടുങ്ങല്ലൂരമ്മയ്ക്ക് ചുവന്ന താലിയും ചുവന്ന പട്ടും കോഴിക്കല്ലും മേൽ സമർപ്പിക്കണം. ദുർഗാദേവിയും കടമഹം കൊണ്ടുപോകാം. ദേവി കൊടുങ്ങല്ലൂരമ്മയെ ഞാനാണ് ഞാൻ കണ്ണകി. കണ്ണകി 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 ശാന്തി എവിടെയാ? ദേ ഞാനിവിടെയുണ്ട്.
യുവതികളെ ഒന്ന് നിൽക്കണേ. യുവതികളെ ഒന്ന് നിൽക്കാൻ. പോകല്ലേ, ഒന്ന് നിൽക്ക്. നിൽക്കാൻ. പോയല്ലോ. ശോ. എന്താ ഇപ്പൊ ചെയ്യാ? എന്തിനാണ് യുവതികളെ യുവതികളെ എന്നൊക്കെ പറഞ്ഞ് ശല്യം ചെയ്യുന്നത്? ആരാ നിങ്ങൾ? ആരാണെന്ന് ചോദിച്ചത് കേട്ടില്ലേ? ഞാൻ വീരമുത്തു കണ്ടിട്ട് വീരന് ഒരു ലക്ഷണമില്ലല്ലോ. അല്ല, ഈ കുട്ടിയുടെ പേരെന്താ? ഞാൻ കുട്ടി കിട്ടിയൊന്നുമല്ല. Hey, pink pal, not Santi. ശരി ശരി. സാന്തിയുടെ പേരെന്താ? സാന്തി. എന്നാ? എഴുതുന്നത്? കണ്ടാ പറയില്ല. എന്നാ? അല്ല, അശാന്തി. അതാണ് കൂടുതൽ ചേർച്ച. പോതും പോതും. എന്തിനാ വിളിച്ചത്? കാര്യം പറ. വേഗം പറ. സീക്രട്ട് സോൾജർ. അല്ല, ആ പാട്ടുപാടി നൃത്തം ചെയ്ത യുവതി ആരാണെന്ന് അറിയാൻ വന്നതാ. ഞങ്ങളെല്ലാരും നൃത്തം ചെയ്തല്ലോ. അതല്ല അശാന്തി. യോ 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 അശാന്തി അല്ല ശാന്തി. ശാന്തി. ഓ ശാന്തി. ഞാൻ ചോദിച്ചത് ആ ഒത്ത നടുവിൽ നിന്നും പാടി നൃത്തം ചെയ്ത ആ അതീവ സുന്ദരിയായ യുവതിയുടെ കാര്യ. ഓ അപ്പടിയാ, ഇപ്പൊ പുരിഞ്ചിരിച്ച്. അതാണ് ഈ നാട്ടിലെ പ്രസിദ്ധ സമ്പന്ന കുടുംബത്തിലെ മാനായ്ക്ക് തിരുമനസിന്റെ ഏക മകൾ കണ്ണകി. മഹാനാവികൻ എന്ന് പേര് കേട്ട വ്യവസായ പ്രമുഖൻ മാനായ്ക്കൻ. ആമാ, ആമാ. അതിതാ അദ്ദേഹത്തിന്റെ ഏക മകൾ കണ്ണകി. ഇനി എന്നാ പറയുന്നത്? അല്ല, അപ്പോ ശാന്തി ഞാൻ കണ്ണകിയുടെ എല്ലാം എന്ന് വെച്ചാ തോഴിയും സഹോദരിയും എല്ലാം എല്ലാമാണ്. എന്നാണ് ഒരു കാര്യം പറയട്ടെ. ചൊല്ലുക. അത് എനിക്ക് ശാന്തി, സത്യം പറഞ്ഞ കണ്ണകിയെ പറ്റി
വളരെ ശബ്ദമുള്ള മയൂരത്തെ പോലെ നൃത്തമാടുന്ന വടിവൊത്ത ശരീരമുള്ള ആ അതീവ സുന്ദരി. യോ, യോ, യോ. ഇത് ഞാൻ പറയുന്നതല്ല, എന്റെ മിത്രം പറഞ്ഞതാ. ആ സുന്ദരി ആരാണെന്ന് അറിയാൻ എന്നെ അയച്ചത്. അതാരാണ് ഈ മിത്രത്തിന്റെ ആ മിത്രം? കാവേരി പൂമ്പട്ടണത്തിലെ വ്യവസായ പ്രമുഖനും ധനധർമ്മിഷ്ഠനും മഹാധനികനുമായ പ്രഭു മാശാദനെ പറ്റി കേട്ടിട്ടുണ്ടോ? ഉണ്ടല്ലോ, നിറയെ കേൾപ്പെട്ടിട്ടുണ്ട്. ആ, അദ്ദേഹത്തിന്റെ ഏക മകൻ കോവിൽ. അപ്പൊ അതാണ് കാര്യം. ശരി ശരി, എന്നാ മിത്രത്തിന്റെ മിത്രം പോയി വിവരം ധരിപ്പിച്ചോ. ഓ, പോന്നെ. അദ്ദേഹം കണ്ണകിയുടെ നിപുണതയിൽ ആകൃഷ്ടനായിരുന്നു. വിവാഹ ആലോചനയുമായി കോവിലിന്റെ മാതാപിതാക്കൾ താമസിയാതെ തന്നെ കണ്ണകിയുടെ മാതാപിതാക്കളെ കാണുവാൻ വരുന്നുണ്ടെന്ന് അറിയിക്കുക. ശരി ശരി, പക്ഷേ ഒരു ചെറിയ പ്രശ്നമുണ്ട്. എന്താ അത്? കണ്ണകി എവിടെ പോയാലും ഞാൻ കൂടെ ഉണ്ടാവണമെന്ന് കണ്ണകിക്ക് നിർബന്ധമാണ്. അത് വിവാഹം കഴിച്ച് പോയാലും ശരി, എനിക്കും അങ്ങനെ തന്നെ. കണ്ണുകളെ, മുരുകാ, തേടിയ കാലിൽ വള്ളി കിട്ടി, തേടിയ വള്ളി കാലിൽ ചുറ്റി. അതെന്നാ? അല്ല, അത് പിന്നെ നമ്മുടെ കാര്യത്തിൽ ഒരു തീരുമാനമാണെന്ന് പറഞ്ഞതാ. തുറപ്പ് சொல்லுங்க, തുറപ്പ് சொல்லு. ശാന്തി, വളരെ ലളിതമായി പറയാം. പറ. കോവിലന് എന്നെ പിരിഞ്ഞിരിക്കാൻ പറ്റില്ല. ഓ, കണ്ണകിക്ക് ശാന്തി എന്നാൽ എന്നാ പിന്നെ നമുക്ക് മനസ്സിലിപ്പോ കൊള്ളാം. എനിക്ക് ரொம்ப பிடிச்சிருச்சு. വീര, വീരമുത്തു, എടാ മുത്തു, ഏ വീര, എന്താണ് ഇത്? എന്തു പറ്റി നിനക്ക്? ഏ വീര, എന്താണ് ഇത്? ഏ വീര, എന്താണ് ഇത്? എന്തു പറ്റി നിനക്ക്? അതും നമുക്ക് നടത്താം. കൂടെ നീ കാര്യം പറയേ, നീ ഒന്ന് ശാന്തനാകടാ. ഇനി പറയേ, അന്വേഷിക്കാൻ പറഞ്ഞോട്ടെ, കാര്യം എന്തായി? നിന്റെ മനസ്സിനെ ഇളക്കി മറിച്ച നർത്തകി, അതീവ സുന്ദരി ആരാണെന്ന് അറിയാമോ? നീ ഒന്ന് കാര്യം തെളിച്ചു പറയേണ്ട മുത്തു. തിരക്ക് കൂട്ടാതെ വാ. നമ്മുടെ കാവേരി പൂമ്പട്ടണത്തിലെ പ്രസിദ്ധ വ്യാപാരി മാനായിക്കൽ തിരുമനസിന്റെ ഏക മകൾ കണ്ണകി. കണ്ണകി എന്റെ മനസ്സിൽ മായാത്ത ചിത്രം വരച്ച അപ്സരസാണ്. കണ്ണകി, അവളുടെ കുയിൽനാദം പോലെ മാധുര്യം നിറഞ്ഞ ഗാനം, ഹൃദയത്തിൽ കുളിർമഴ പെയ്യുന്ന നൃത്തപാടം, വശ്യമായ സൗന്ദര്യം, അവൾ കണ്ണകി. അതെ, കോവിലിനു വേണ്ടി ചില വിവാഹാലോചനകളൊക്കെ വന്നിട്ടില്ലേ? അതിൽ കൊള്ളാവുന്ന ഏതെങ്കിലും ഒന്ന് പോയി കണ്ടാലോ? പോകണം. പക്ഷേ വള്ളി
നമ്മുടെ നിലയ്ക്കും വിലയ്ക്കും ചേരുന്ന കുറച്ചുകൂടി നല്ലൊരു ബന്ധം വേണ്ടേ? പെൺകുട്ടിയെ കോവലന് ഇഷ്ടപ്പെടുകയും വേണം. അപ്പാവുക്ക് സമ്പത്തും പേരും പെരുമയും വേണം. മകനാണെങ്കിൽ സൗന്ദര്യം വേണം, പാട്ടും നൃത്തവും അറിഞ്ഞിരിക്കണം. അമ്മാവൊക്കെ അടുക്കളയിൽ ഒപ്പത്തിനൊപ്പം നല്ല പാചകറാണിയും ആയിരിക്കണം. എന്റെ മരുമകൾ അടുക്കളയിൽ കയറി ജോലിയൊന്നും ചെയ്യാൻ ഞാൻ സമ്മതിക്ക മാട്ടെ. കുടുംബത്തിൽ ഇണങ്ങിയ സരസ്വതി ലക്ഷ്മി വിളയാടുന്നവളായിരിക്കണം. വരും എല്ലാം ഒത്തിണങ്ങിയ നല്ലൊരു ബന്ധം വരും. വരുമെന്നല്ല, വന്നു കഴിഞ്ഞു. ആ അതോ രണ്ടുപേരും വന്നാക്കി. നീ എന്താ വീരമുത്ത് പറഞ്ഞത്? കോവലിന് പറ്റിയൊരു ബന്ധം. അപ്പാവും അമ്മാവും അവിടെ വരെ ഒന്ന് പോയി ചോദിക്കണം, അത്രേ വേണ്ടൂ. ബാക്കി കാര്യങ്ങളൊക്കെ ശാന്തമായി ഞാൻ ചെയ്തുകൊള്ളാം. നീ കാര്യം എന്താണെന്ന് തെളിച്ച് പറയടാ. അപ്പാ, മാനായിക്കൽ തിരുമനസ് എന്ന പേര് കേട്ടിട്ടുണ്ടോ? ധാരാളം കേട്ടിരിക്കുന്നു. മഹാനാവികൻ, കപ്പലോട്ടിയ കച്ചവടക്കാരൻ, സമ്പന്നൻ. ഞങ്ങൾ തമ്മിൽ പരിചയമുണ്ട്. അദ്ദേഹത്തിന് ഒരു മകളുണ്ടെന്നറിയാമോ? അറിയാം, പക്ഷേ വിവാഹപ്രായമായോ എന്നറിയില്ല. ഈ വിവാഹപ്രായം എന്ന് മാത്രല്ല, ഇന്ന് ഞങ്ങൾ കാണുകയും ചെയ്തു. സുന്ദരിയാണോടാ? കണ്ട അമ്മാവിടെ ഒരു വെപ്രാളം കണ്ടില്ലേ? നീ പോടാ, പറയടാ, എളുപ്പം പറയേ. മോനെ കോവില, നീ കണ്ടോടാ? കണ്ടു, എനിക്കിഷ്ടമായപ്പ. അതെ, എനിക്കും. എങ്കിൽ ഇനി വൈകിക്കേണ്ട. കുടുംബവും മറ്റും അപ്പാവുക്ക് തരുമേ. പേരെന്താണ്? ശാന്തി. കണ്ണകി. എന്താണ് ഇത്? ചാണ്ടിയോ അതോ കണ്ണകയോ? രണ്ടും. അപ്പ അത് അപ്പ എനിക്കിഷ്ടപ്പെട്ട പെൺകുട്ടിയുടെ പേര് കണ്ണകി. ഇവൻ പിന്നെ ശാന്തി എന്ന് പറഞ്ഞതോ? ഇവനെന്താ ഇങ്ങനെ ഒളിച്ചു കളിക്കുന്നത്? അത് അപ്പ നീ പറ, എളുപ്പം പറ, ഇല്ലെങ്കിൽ നിന്റേത് ഞാൻ മുടക്കും. നാം പറയാപ്പ. കണ്ണകിയെ പറ്റി അന്വേഷിക്കാൻ ഞാൻ വീരമുത്തുവിനെ വിട്ടു. അവിടെ വെച്ച് കണ്ണകിയുടെ ഏറ്റവും അടുത്ത തോഴിയായ ശാന്തിയുമായി ഇവൻ പരിചയപ്പെട്ടു. ശാന്തിയെ മുത്തുവിന് ഇഷ്ടവുമായി. നീ ആള് കൊള്ളാമല്ലോടെ മുത്തു. അത് അമ്മ, ഞാൻ കോവിലിന് വേണ്ടി ശാന്തിയോട്. മനസ്സിലായി. ഇനി നീ ഒന്നും പറയണ്ട. നിന്നെ എനിക്കറിയില്ലേ മുത്തു? നിന്റെ അപ്പാവും അമ്മാവും നമ്മുടെ വ്യവസായ സ്ഥാപനങ്ങൾക്ക് വേണ്ടി അഹോരാത്രം പണിയെടുത്തവരായിരുന്നു. അപകടത്തിൽപ്പെട്ട് രണ്ടുപേരും ഈ ലോകത്തോട് യാത്ര പറയുമ്പോൾ എന്നോട് ആവശ്യപ്പെട്ടത് എന്താണെന്ന്, ഞങ്ങളുടെ മകൻ വീരമുത്തുവിനെ മകനെ പോലെ നോക്കിക്കൊള്ളണമെന്ന്. ആ വാക്ക് ഞാൻ പാലിച്ചതാണ്. നീ കോവലിന്റെ ആത്മമിത്രം മാത്രമല്ല, എനിക്ക് പിറക്കാതെ പോയ മകനും കൂടിയാണടാ. ഇന്ന് വരെ നീ ഒന്നും തന്നെ എന്നോട് ആവശ്യപ്പെട്ടിട്ടില്ല. നിന്റെ ഈ ആഗ്രഹം ഞാൻ സാധിച്ചു. എന്റെ തങ്കമാനപ്പ. മതിയടാ, മതി. വള്ളി, നാളെ തന്നെ നമുക്ക് ഇവരുടെ രണ്ടുപേരുടെയും കാര്യങ്ങൾക്ക് ഒരു തീരുമാനം ഉണ്ടാകും. ശരിങ്ക, ഞാൻ പോയി ഭക്ഷണം എടുത്ത് വെക്കാം. കോവില, മുത്തു, അപ്പ അങ്ങാടിയിലേക്ക് അയക്കേണ്ട ചരക്കുകളെല്ലാം അതാത് ഗുദാമുകളിലേക്ക് എത്തിയിട്ടുണ്ടല്ലോ. എത്തിയപ്പ അതിന്റെ പണവും കണക്ക് പ്രകാരം കൊടുത്തു തീർത്തു. കണക്കിൽ കൃത്യത വേണം, തൂക്കത്തിലും ശ്രദ്ധിക്കണം. കച്ചവടത്തിൽ വിശ്വാസമാണ് മോനെ പ്രധാനം. എല്ലാം ശ്രദ്ധിക്കുന്നുണ്ടപ്പ. മുത്തു, അപ്പ നിന്നോടും കൂടിയാണ് പറയുന്നത്. ശരിയപ്പ.
കച്ചവടത്തിൽ ലാഭം മാത്രമല്ല, ധർമ്മവും പ്രധാനമാണ്. കോവിലൻ ശ്രദ്ധിക്കുന്നുണ്ടല്ലോ? ഉണ്ടല്ലോ. 2 ദിവസം കഴിഞ്ഞ് തുറമുഖത്ത് കപ്പലെത്തും. മുത്തു, മാനായിക്കന്റെ മട്ടുപ്പാവിൽ പോകാനുള്ള ഒരുക്കങ്ങളെല്ലാം ഇന്ന് തന്നെ നീ ചെയ്യണം. നാളെ രാവിലെ നമ്മൾ അവിടെ എത്തുമെന്നുള്ള അറിയിപ്പ് നൽകണം. സന്ദേശവുമായി ഇന്ന് തന്നെ ആളേക്കാം. അപ്പ അത് വന്ന് ഞാൻ തന്നെ പോകുന്നതായിരിക്കും നല്ലത്. അല്ല, ശാന്തമായി കാര്യങ്ങള്. എന്തിനാണ് ഇത്ര വെപ്രാളം? കോവില, മുത്തു, സാപ്പാട് തയ്യാറായി, കൈ കഴുകി വന്നോളൂ. பாச்சியம்மா, 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 கண்ணகி எங்க போயாச்சு? കണ്ണകി അവളുടെ മുറിയിൽ കാണും. ശാന്തിയെ ഇങ്ങ കാണുന്നില്ലല്ലോ. അപ്പാ, ഞങ്ങൾ ഇവിടെയുണ്ട്. എന്റെ മുറിയിൽ ശാന്തി ഇവിടെയുണ്ട്. അപ്പാ, ഞാൻ കണ്ണകിയുടെ തലയില് മുല്ലപ്പൂ ചൂടി കൊടുക്കുക. അപ്പാ, ഞങ്ങൾ അങ്ങോട്ട് വരണോ? വേണ്ട വേണ്ട, ഞാനും അമ്മാവും പുറത്തു പോകുന്നു. മടങ്ങി വരാൻ താമസിക്കും. ശരിയപ്പാ. മതി ശാന്തി, എത്ര നേരമായി നീ എന്നെ ഒരുക്കുന്നു. ദേ നോക്ക്, ആരെങ്കിലും എന്നെ കണ്ണു വെക്കും കേട്ടോ. കണ്ണു വെക്കുന്ന ആളെ കണ്ണു നിറയെ കണ്ടിട്ട് പോയില്ലേ? അതിരിക്കട്ടെ, കോവിലിന്റെ അപ്പാവും അമ്മാവും എപ്പടി? നിനക്കിഷ്ടായോ? എനിക്കെല്ലാവരും ഇഷ്ടായി. കാവേരിപ്പൂ പട്ടണത്തിലെ പേരുകേട്ട വ്യവസായ കുടുംബം, സ്നേഹനിധികളായ അനുകമ്പയും പക്വതയുമുള്ള ആളുകൾ. പിന്നെ 2 കുടുംബങ്ങളും തമ്മിൽ അന്യോന്യം നേരത്തെ തന്നെ അറിയുന്നതുമാണല്ലോ. അതെ, സുന്ദരനും സുമുഖനും വ്യവസായത്തിൽ അപ്പാവേക്കാൾ ഒരുപടി മുമ്പിൽ നിൽക്കുന്ന മകൻ കോവിലൻ. കൂടി വീരമുത്തവും നല്ല മിടുക്കനല്ലേ. എത്ര ധൈര്യമായിട്ടാ നിന്നോട് ചോദിച്ചത്. ശാന്തി, നിന്നെ എനിക്കിഷ്ടമാണ്, നിന്നെ ഞാൻ കല്യാണം കഴിച്ചോട്ടെ എന്ന്. അപ്പാവും അമ്മാവും ചെറുപ്പത്തിലേ മരിച്ചു പോയ മുത്തുവിനെ സ്വന്തം മകനെ പോലെയല്ലേ അവർ വളർത്തിയത്. എന്റെയും സ്ഥിതി അത് തന്നെയാണല്ലോ. അനാഥയായ എന്നെ സ്വന്തം മകളെ പോലെ ഇവിടുത്തെ അപ്പാവും അമ്മാവും വളർത്തി. ഇഷ്ടപ്പെട്ട പുരുഷന് വിവാഹം ചെയ്തു തരാനും അവർ തയ്യാറായി. ഞാൻ ഭാഗ്യം ചെയ്തവളാണ്. ശാന്തി, എന്താ ഇത്? അയ്യേ, എന്റെ ശാന്തിയും അതേ വീട്ടിലേക്കാണല്ലോ വരുന്നതെന്ന് ഓർക്കുമ്പോ ഒരുപാട് സന്തോഷം തോന്നുന്നു. ഓടിക്കൂറുമ്പി നിന്നെ ഞാൻ മുരുകാ, കടവുളെ, നടന്ന് നടന്ന് നമ്മുടെ കാല് 2 തേഞ്ഞു പോയല്ലോ. ശുക്രാംബരം വിഷ്ണു. ഒരു നിമിഷം സഹോദര, ഒരു നിമിഷം. இந்த கிராமத்துல தான தர்மங்கள் ചെയ്യുന്ന பெரிய കീർത്തി കേട്ട പ്രഭു മാഷാത്തവന്റെ വീട്ടിലേക്ക് ഇനി എത്ര ദൂരമുണ്ട്? വളരെ ദൂരെ നിന്നാണ് നമ്മൾ വരുന്നത്. കടവുളെ, മുരുക, ഇനി ഏതാണ്ട് 1 നാഴിക ദൂരം നടക്കണം. എവളവാ? മുരുക, കാപ്പാത്തുങ്കോ. ഇവിടെ അടുത്തല്ലേ, വേഗം നടന്നു. പ്രഭു മാഷാത്തുവാൻ ഇന്ന് കൈനിറയെ എല്ലാവർക്കും വാരിക്കോരി ദാനം കൊടുക്കും. ஆமா, தெரியுமே. மாசாத்துவந்த மகனும் கோவிலന്റെ കല്യാണ തിരുനാൾ. தெரியும் தெரியும் தெரியும். അതാണല്ലോ നമ്മൾ നേരത്തെ പുറപ്പെട്ടത്. സാപ്പാട് ரொம்ப പ്രമാദമാണെന്ന് അറിഞ്ഞു. പിന്നെ അത് പറയാനുണ്ടോ? ഓടി ഓടിക്കും. അല്ല ജാമി, നിങ്ങൾ മാനായിക്കൽ തിരുമനസിന്റെ വീട്ടിൽ പോയില്ലേ? ഇല്ലല്ലോ. അവിടെ ആദ്യം ചെല്ലേ. കോവിലൻ കല്യാണം കഴിക്കുന്ന വധു കണ്ണകിയുടെ അപ്പ മാനായിക്കൽ തിരുമനസ്.
മകളുടെ കല്യാണം കേമമാക്കിയിട്ടുണ്ട്. സദ്യയും കഴിച്ച് ദാനവും വാങ്ങാം. അത് കഴിഞ്ഞ് മാഷാത്തുവാന്റെ വീട്ടിലേക്ക് പോയാൽ മതി. അപ്പോഴേക്കും കഴിച്ചത് ദഹിക്കുകയും അടുത്ത സദ്യ ഉണ്ണുകയും ചെയ്യാം. ഭേഷ് ഭേഷ്, കേമമായി കേമമായി. ദക്ഷിണ കൂടുതൽ എവിടെയാകുമോ കിട്ടുക? രണ്ടിടത്തുനിന്നും കിട്ടും. നിങ്ങൾ നാട്ടുകാർക്ക് ഉത്സവകാലമാണല്ലേ? സദ്യക്ക് സദ്യ, ദാനത്തിന് ദാനം. ആയി, പ്രമാദമായി പ്രമാദമായി. പണക്കാരായാൽ ഇങ്ങനെ വേണം. കൊടുക്കുന്തോറും സമ്പത്ത് പെരുകും, പെരുകിക്കൊണ്ടേയിരിക്കുന്നു. നിങ്ങളും ഈ ബ്രാഹ്മണനും ഒരു ദക്ഷിണ തടവും. ആലോചിക്കണ്ട, സമ്പത്ത് പെരുകട്ടെ പെരുകട്ടെ. അത് ശരി, താൻ ആളുകൊള്ളാലോ. തൽക്കാലം ചാമി എനിക്കൊരു ദക്ഷിണ ഇങ്ങതാ, പെരുക്കട്ടെ. ഗുരുനാഥനെ എഴുത്തിനിരുത്തുന്നോ? ശിവ ശിവ, കൊല്ലക്കുടിയിൽ സൂചി വിൽക്കല്ലേ? വെറുതെ തത്വജ്ഞാനം പറഞ്ഞാൽ പോരാ, പ്രവൃത്തിയിലും കാണിക്കണം. അയ്യോ, ശിവശങ്കര, വേലി കഴിഞ്ഞെന്ന് തോന്നുന്നല്ലോ. വാദ്യമേളങ്ങൾ കേൾക്കുന്നു, ചാപ്പാട് തുടങ്ങി കാണും. കണ്ണകിയും കോവിലനും ഊരുവലം വെക്കുന്ന ചടങ്ങ് നടക്കുക. അപ്പടിയാ? ശരി 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 ശരി, ഞാൻ അങ്ങോട്ട് പോട്ടെ. എന്നാ പിന്നെ ഞാനും വരാം. താൻ എന്റെ പിന്നാലെ വേണ്ട, താൻ ആള് ശരിയല്ല. എന്നാ പിന്നെ ഞാൻ മുമ്പേ നടക്കാം. അതൊട്ടും ശരിയല്ല, താൻ പിന്നാലെ വന്നാൽ മതി. ആദ്യം ദക്ഷിണ നമുക്ക് കിട്ടണം. ശിവശങ്കര, മുരുക. ഓ, ദക്ഷിണ സത്യ സത്യ ദക്ഷിണ, ഈ വിചാരം മാത്രമേ ഉള്ളൂ. പിന്നെ താൻ തരുമോ അതൊക്കെ? ഇല്ലല്ലോ. ശിവ ശിവ, ഇങ്ങോട്ടാണല്ലോ വരുന്നത്. ഇങ്ങോട്ടല്ല, കോവിലന്റെ വീട്ടിലേക്കാ. ഹ, തിന്നാൻ തന്നെ ഉണ്ടായ ഒരു ജന്മം. ഞാനും വാടോ, വന്നെ നക്കിട്ട് പോ. പെരുക്കിപ്പല്ലേ. സ്വാമി, പായസം തന്നെ 6 തരമാ കേട്ടത്. ഹായ്, വായിൽ വെള്ളം മറന്നു. പച്ചടി, കിച്ചടി, അവിയൽ, തോരൻ, പുളിശ്ശേരി സാദം, തൈര് സാദം. ശിവനേ, ഭേഷാകും ഭേഷാകും. ഹായ് ഹായ്, വളി നിന്നും മാറടോ. ഇവിടെ വളി വിടാൻ പറഞ്ഞത് കേട്ടില്ലേ? ശുക്രം വരതരം ശിവനേ. മുരുകാ, ഇത് തിന്നാനായി തന്നെ ഉണ്ടായ അവതാര തീറ്റി പണ്ടാരം. കുങ്കുമച്ചെപ്പു തുറന്നു സുമംഗലി സിന്ദൂരം ചാർത്തി വലതുകൾ വച്ചെത്തും നവവധൂവിനെ നിഴദീപങ്ങളാലെ നിരേപ്പ് പൂക്കാലങ്ങളാരവേപ്പ് കുങ്കുമച്ചെപ്പു തുറന്നു സുമംഗലി സിന്ദൂരം ചാർത്തി വലതുകൾ വച്ചെത്തും നവവധൂവിന് നിറദീപങ്ങളാലെ നിരേപ്പ് പൂക്കാലങ്ങളാൽ വരവേൽപ്പ് മനസ്സുകളണിയുന്ന പുഷ്പഹാരം മനപോലെയാണല്ലോ കല്യാണം മനസ്സുകളണിയുന്ന പുഷ്പഹാരം
പോകുന്ന വലം വരച്ചെടുക്കുന്ന പ്രതിജ്ഞയല്ലോ ചെത്തു തുറന്നു സുമംഗലി സിന്ദൂരം ചാർത്തി വലതുകൾ വച്ചെത്തും നവവധൂവിന് നിറദീപങ്ങളാലെതിരേറ്റ് പൂത്താലങ്ങളാൽ വരവേറ്റ് സ്വരവീണാനാദം ശുഭമംഗളം ഹൃദയങ്ങളറിയുന്ന സാക്ഷിപത്രം സ്വരവീണാനാദം ശുഭമംഗളം ഹൃദയങ്ങളറിയുന്ന സാക്ഷിപത്രം പുഷ്പവൃഷ്ടിയാർപ്പിതമാകുന്നു പൂവികന്മാരുടെ അനുഗ്രഹങ്ങൾ ചെത്തു തുറന്നു സുമംഗലി സിന്ദൂരം ചാർത്തി വലതുകൾ വച്ചെത്തും നവവധൂവിന് നിറദീപങ്ങളാലെതിരേറ്റ് പൂത്താലങ്ങളാൽ വരവേറ്റ് നന്നായിരിക്കട്ടെ മോളെ. എഴുന്നേൽക്കും മോളെ. എന്നിട്ട് തോഴിമാർക്കെല്ലാം പാരിതോഷികം കൊടുക്കണം കേട്ടോ. മോളെ, ഒരു പെൺകുഞ്ഞിന് ജന്മം നൽകാൻ സാധിക്കാത്ത എന്റെ വിഷമം ഇപ്പൊ തീർന്നു. ഇനിയുള്ള കാലം ഈ അമ്മയുടെ മകളായി വാഴണം കേട്ടോ. ഈ കണ്ണകി എന്നും അമ്മയുടെ മകളായിരിക്കും. ഇതോ അപ്പ വന്നച്ച്. ദീർഘസുമംഗലി ഭവ. കടവുളെ മുഴുകാ കാപ്പാത്തുങ്കോ. ഇനി ഇതാണ് മോളുടെ വീട്. ഒന്നിനും ഒരു കുറവും ഇവിടെ ഉണ്ടാകില്ല. അഥവാ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയാൻ മടിക്കരുത്. ഒരു കുറവും ഉണ്ടാകില്ലെന്ന് അറിയാം അപ്പ. ഒറ്റ ആഗ്രഹമേ ഉള്ളൂ, എന്റെ ഈ ദൈവം എന്നും എന്റെ കൂടെ ഉണ്ടാവണമെന്ന് മാത്രം. കണവനെ കൺകണ്ട ദൈവം കണ്ട് പഠിക്ക്. പഠിക്കാം. ഇതെല്ലാം ഒന്ന് കഴിയട്ടെ, ഞാൻ വച്ചിട്ടുണ്ട്. ശാന്തി എന്താ പറയുന്നത്? അപ്പ അത് വന്ന് എന്താണ് ഉരുണ്ട് കളിക്കുന്നേ? എടാ എടാ ഇനി എന്റെ കാര്യം മനസ്സിലായി. 6 മാസം കഴിഞ്ഞ് നീ ശാന്തിയുടെ കഴുത്തിൽ മിന്നു കിട്ടുകയുള്ളൂ. അതെ, അതുവരെ ശാന്തിയുടെ എല്ലാ കാര്യങ്ങളും നീ ശ്രദ്ധിക്കണം. അത് ഞാൻ ഏറ്റപ്പാ. അത് ഏറ്റപ്പാ. വള്ളി, കോവലനെയും കണ്ണകിയെയും കൂട്ടി എല്ലാവരും അകത്തേക്ക് പോയിക്കോളൂ. ചടങ്ങുകൾ ഇനിയും ബാക്കിയില്ലേ? മുത്തു, നീ എന്റെ കൂടെ വാ. ശരിയപ്പ, നീ ഇങ്ങ് വാ. അപ്പ പറഞ്ഞത് കേട്ടില്ലേ? ഇനി നിന്റെ കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന്. കേട്ടു, എന്നാ ശ്രദ്ധിച്ചോ?
ഞാൻ എപ്പോ വിളിച്ചാലും ഉടനെ വരണം. ഞാൻ എന്ത് പറയുന്നോ അതൊക്കെ ചെയ്യണം. മനസ്സിലായോ? അയ്യടാ, 6 മാസത്തേക്ക് കൂടുതലൊന്നും ശ്രദ്ധിക്കണ്ട കേട്ടോ. കൊല്ല് കൊല്ല് കൊല്ല്, ഇതിലും ഭേദം അതാ. എന്റെ കാര്യം പോക്ക. മുത്തു എങ്കടാ നീ? ദേ വന്നിട്ടേ അമ്മ. എന്നെ ഉം. ഉങ്ങളുടെ തീരുമാനങ്ങളെ ഞാൻ ഇതുവരെ അനുസരിച്ചിട്ടേ ഉള്ളൂ. അതിനിപ്പോ എന്ത് സംഭവിച്ചു? എന്റെ മോൾ കണ്ണകിയുടെ കൂടെ ജീവിച്ചു കൊതി തീർന്നിട്ടില്ല. അതിനു മുമ്പേ കോവിലിനെയും കണ്ണകിയെയും മാറ്റി താമസിപ്പിക്കുക എന്ന് വെച്ചാൽ വള്ളി, കോവിലൻ ഇനി സ്വന്തം കാലിൽ നിന്ന് ജീവിതം തുടങ്ങണം. അതിന് വേറെ വീട്ടിലേക്ക് മാറ്റി പാർപ്പിക്കണോ? വേണം. ഇല്ലെങ്കിൽ എന്ത് കാര്യത്തിനും അവൻ എന്റെ അഭിപ്രായവും അനുവാദവും ഒക്കെ ചോദിക്കും. അതിനി പാടില്ല. അവന് സ്വന്തമായ തീരുമാനങ്ങൾ ഉണ്ടാവണം. എങ്കിലേ അനുഭവജ്ഞാനം ഉണ്ടാവൂ. പക്ഷികളെ കണ്ടിട്ടില്ലേ? കുഞ്ഞുങ്ങൾ പറക്കമുറ്റിയാൽ പറന്നകലും, കൂടുവയ്ക്കും. കോഴിക്കുഞ്ഞുങ്ങൾ സ്വയം ഇര തേടാൻ പ്രാപ്തിയായാൽ അമ്മക്കോഴി കുഞ്ഞുങ്ങളെ കൊത്തി അകറ്റും. അതാണ് വള്ളി പ്രകൃതി നിയമം. അത്ര ദൂരെയൊന്നുമല്ലല്ലോ അവർ താമസിക്കാൻ പോകുന്നത്. നമ്മുടെ തന്നെ 2ാമത്തെ മാളികയിലേക്കല്ലേ? എന്നാ ഞാനും പോയി അവരോടൊപ്പം താമസിക്കും. പാടില്ല. അവരുടെ സ്വാതന്ത്ര്യം നഷ്ടപ്പെടുത്തരുത്. 2 പേരും അന്യോന്യം അടുത്തും പെരുമാറിയും മനസ്സിലാക്കി സ്വതന്ത്രമായിട്ട് ജീവിച്ചു പഠിക്കട്ടെ. സ്വർഗത്തിലെ കട്ടുറുമ്പാകാൻ ശ്രമിക്കരുത്. ഉങ്ങളുടെ ഇഷ്ടം പോലെ ഞാനൊന്നും ചൊല്ലുന്നില്ല. കോപം വേണ്ടാച്ചാ. കോപമല്ല, സങ്കടമാണ്. നോക്ക് വള്ളി, കോവിലിന് കച്ചവടത്തിന് ആവശ്യമുള്ള പണം നമ്മൾ കൊടുക്കും. ഇപ്പോൾ 2 കപ്പലുകൾ അവന്റെ പേരിലില്ലേ? എല്ലാ വ്യാപാരികളുമായി അവന് നല്ല പരിചയമാണ്. അവൻ സ്വതന്ത്രനായി കച്ചവടം ചെയ്ത് അപ്പാവേക്കാൾ സമർത്ഥനും സമ്പന്നനുമാകണം. ആകും. വീട്ടിൽ വന്ന് കയറിയിരിക്കുന്നത് മഹാലക്ഷ്മിയല്ലേ? ആകും. എന്നെ താലി കെട്ടിക്കൊണ്ടുവന്ന ശേഷം ഉങ്ങൾക്കും വെച്ചടി വെച്ചടി ഉയർച്ച ഉണ്ടായില്ലേ? സമ്പത്ത് കൂടിയില്ലേ? ശരിയാണ്. ലക്ഷ്മിയും സരസ്വതിയും ദേവി ദുർഗയും എല്ലാം സ്ത്രീ തന്നെയല്ലേ? അമ്മ, വാങ്ങുമാ. എന്താ മോള്? അമ്മ, ഇവർക്ക് വന്ന് മുരുകൻ കോവിലിലെ പോകണമെന്ന്. സരി, പോയിട്ട് വാങ്ങ. അമ്മാവും വരണം. അത് വേണ്ട മോളെ. ഭാര്യ ഭർത്താക്കന്മാർ ഒന്നിച്ചു പോകുന്നിടത്ത് മറ്റൊരാൾ കൂടെ പാടില്ല. നിങ്ങളുടെ സ്വാതന്ത്ര്യത്തിന് തടസ്സമാകുന്നതൊന്നും പാടില്ല. അതേ മോളെ, അപ്പൊ പറഞ്ഞതുതാ ശരി. നീങ്ക 2 പേരും പോയിട്ട് വാ. അമ്മാവും അപ്പാവും ഞങ്ങൾക്ക് തരുന്ന സ്വാതന്ത്ര്യം ഉങ്ങളുടെ മനസ്സിന്റെ മഹത്വമാണ്. എന്തെങ്കിലും തെറ്റുകൾ കണ്ട പറഞ്ഞു തരാനും തിരുത്തി തരാനും അപ്പാവും അമ്മാവും ഉണ്ടാവണം. മോളെ, പുതിയൊരു ജീവിതം തുടങ്ങുന്നതിന് നിങ്ങൾക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും അപ്പ ചെയ്തു കഴിഞ്ഞു. നല്ലൊരു ദിവസം നോക്കി മുഹൂർത്തം കുറിച്ച് നിങ്ങൾ പുതിയ വീട്ടിലേക്ക് താമസം മാറുന്നു. അയ്യോ അമ്മ, എന്താ ഈ പറയുന്നത്? அப்பா அம்மா இதை என்ன சொல்ற? 2 പേരും ഒന്നും சொல்ல വേണ്ട. എന്നും അപ്പാവുടെയും അമ്മാവുടെയും കൂടെ ജീവിക്കേണ്ടവരല്ല നിങ്ങൾ. കോവിലൻ ഉത്തരവാദിത്വമുള്ള ഒരു ഭർത്താവും നല്ലൊരു വ്യാപാരിയുമാകണം. മോള് നല്ലൊരു കുടുംബിനി. സ്വതന്ത്രമായി താമസിച്ചെങ്കിലേ ജീവിതം പഠിക്കൂ മോളെ. കോവില പറഞ്ഞതെല്ലാം കേട്ടല്ലോ? ഓ അപ്പ, ആ നീ വന്നു. ഞാനിവിടെ തന്നെ ഉണ്ടായിരുന്നു അപ്പ. പുതിയ വീട്ടിലെ സജ്ജീകരണങ്ങളും മറ്റും എവിടെ വരെ ആയടാമത്തു? അപ്പ ഏൽപ്പിച്ച എല്ലാ ജോലികളും തീർത്തു. ഇനി ഇവര് 2 പേരും കയറി താമസിച്ചാൽ മാത്രം മതി.
അപ്പോ നീയും കൂടെ അറിഞ്ഞുകൊണ്ടായിരുന്നോടാ ഈ തീരുമാനങ്ങളൊക്കെ? തീരുമാനമല്ല അപ്പാവിടെ, ബാക്കിയെല്ലാം ഞാൻ ചെയ്തു. വീരമുത്തു അപ്പാവോട് പറ അത് വേണ്ടെന്ന്. അമ്മ നീങ്കിയാവത് അപ്പാവോട് പറയമ്മ. അമ്മാവല്ല, കോവലനല്ല, ഞാനല്ല, ദേവേന്ദ്രൻ പറഞ്ഞാലും നടക്കില്ല. അപ്പ ഒന്ന് തീരുമാനിച്ച അത് നടന്നിരിക്കും. അതാണ് അപ്പ. മോളെ കണ്ണകി, കൂട്ടുകുടുംബത്തിൽ കലഹമുണ്ടാക്കി എങ്ങനെയെങ്കിലും ഭർത്താവിനെയും കൂട്ടി മാറി താമസിക്കണമെന്ന് ചിന്തിക്കുന്ന ഭാര്യമാർക്ക് എന്റെ മോള് ഒരു മാതൃകയാവട്ടെ. കോവിലേക്ക് പോകുമ്പോ പൂത്താല എടുത്തിട്ട് തന്നെ പോകണം. ഇതാ പൂത്താല. എന്നാ വാ, നമുക്ക് പോകാം. എവിടെ? അവരുടെ കൂടെ ആരും പോകണ്ട. അല്ല, അവരുടെ കൂടെയല്ലമ്മ, നാനും ശാന്തിയും വേറെ. വേണ്ട വേണ്ട വേണ്ട, ഞാൻ തനിയെ പിടിച്ചോളാം. ഓ, കൊഞ്ചം നാള് കൂടെ ക്ഷമിക്കണം മുത്തു. അമ്മ, അത് വന്ന് അപ്പ പറഞ്ഞിട്ടുണ്ട്, ശാന്തിയുടെ എല്ലാ കാര്യങ്ങളും ശ്രദ്ധ വേണമെന്ന്. അമ്മ, ഞങ്ങൾ കോവിലൊക്കെ പോയിട്ട് വരാം. പോയിട്ട് വാ മക്കളെ. കഴിവുകളെ, മുരുക, ഈ പശുകളെ കാപ്പാത്തുന്നു. ആ ശാന്തി, നീ അകത്തേക്ക് വാ. ശരിയമ്മ. ശരിയമ്മ. എങ്ങോട്ടാണ് ഈ പോകുന്നേ? അല്ല, അമ്മ ഇപ്പൊ വിളിച്ചില്ലേ? ഞാൻ ശാന്തിയല്ലേ വിളിച്ചത്. അല്ല, അപ്പ പറഞ്ഞത്? അപ്പ പറഞ്ഞിട്ടുള്ള മറ്റു ജോലികൾ പലതും ഉണ്ട്, അത് പോയി ചെയ്യൻ. പോ. നീ ഇപ്പൊ പോയിക്കോ, നിന്നെ അത് കിട്ടും, നിനക്ക് വെച്ചിട്ടുണ്ട്. കൊല്ല് കൊല്ല് കൊല്ല്. കണ്ണകിക്ക് നമ്മുടെ പുതിയ ഭവനം ഇഷ്ടമായോ? വളരെ ഇഷ്ടായി. ആ മട്ടുപ്പാവിലിരുന്നാൽ കാവേരിപ്പൂ പട്ടണത്തിലെ തെരുവ് കാഴ്ചകളൊക്കെ കാണാം. അപ്പ പണിയിപ്പിച്ച പ്രമാദമായ വീടുകളിൽ ഒന്നാണിത്. നമുക്കായി സമ്മാനിച്ച ഈ സ്വർഗഗോപുരം. ശരിയാണ്. പക്ഷേ ഈ വലിയ കൊട്ടാരത്തിൽ നമ്മളെ രണ്ടുപേരെയും തനിച്ചാക്കിയിട്ട് അപ്പാവും അമ്മാവും അന്ത വീട്ടിക്ക് പോയില്ലേ? അവരോടൊപ്പം ജീവിച്ച് കൊതി തീർന്നില്ല. വരും. കണ്ണകി ഒത്തുമയായ ഒരു കുടുംബിനിയാക്കുവാനും എന്നെ ഉത്തരവാദിത്തമുള്ളൊരു വ്യാപാരിയും കുടുംബനാഥനുമാക്കുവാനല്ലേ അപ്പ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. എന്റെ കണ്ണകിക്ക് ഇവിടെ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ പറയാൻ മടിക്കരുത്. അയ്യോ, ഒന്നുമില്ല. ഞാൻ ഭാഗ്യവതിയാണ്. എന്റെ പ്രാണീശ്വരന്റെ സന്തോഷമാണ് എന്റെയും സന്തോഷം. കച്ചവടങ്ങൾക്കായി ഊരു ചുറ്റി നടന്ന ശീലമാണ് എനിക്ക്. പണം കൊടുക്കൽ, വാങ്ങൽ, ചരക്കുകളുടെ ഗുണദോഷ നിർണയം, പല സ്വഭാവക്കാരായ വ്യാപാരികളുമായുള്ള ഇടപെടൽ, അതൊക്കെയായിരുന്നു എന്റെ ലോകം. 2 ദിവസം കഴിഞ്ഞാൽ എനിക്ക് കച്ചവടത്തിന് പോകണം. സ്നേഹനിധിയായ നമ്മുടെ ധർമ്മപത്നിയെ പിരിഞ്ഞ് മാസങ്ങളോളം കഴിഞ്ഞുകൂടേണ്ട അവസ്ഥ ഓർക്കുമ്പോൾ അയ്യോ, അങ്ങനെ ചിന്തിക്കരുത്. വ്യവസായ പ്രമുഖനായ പ്രഭു മാഷാദന്റെ മകൻ. അപ്പാവേക്കാൾ പേരും പെരുമയും സമ്പത്തും സമ്പാദിക്കണമെന്ന അപ്പയുടെ ആഗ്രഹം, അത് നിറവേറ്റുന്നത് അങ്ങയുടെ കർത്തവ്യമാണ്. അങ്ങയുടെ യശസ്സിനും നന്മയ്ക്കും ആയുരാരോഗ്യത്തിനും വേണ്ടി ദിവസവും കോവിലിൽ പോയി പ്രാർത്ഥനയും പൂജയും ചെയ്ത് അങ്ങയുടെ വരവും കാത്തിരിക്കും. അങ്ങയുടെ ഈ കണ്ണകി സന്തോഷമായിട്ട് പോയി വരണം. ഇവിടെ ശാന്തിയും ആയമാരും ബാല്യക്കാരും ഒക്കെ ധാരാളമില്ലേ? അപ്പാവും അമ്മാവും ഇന്നോ നാളെ വരും. വീരമുത്തു എന്നോടൊപ്പം വരും. നോക്കൂ, ആരോ കുതിരവണ്ടിയിൽ വന്നിട്ടുണ്ട്. അത് നമ്മുടെ കുതിരവണ്ടിയാണല്ലോ. ഹേ, അതോ അപ്പാവും അമ്മാവും വന്നിരിക്കേ. നല്ലായിരിക്കട്ടോ അമ്മ. കടവുൾ കാപ്പാത്തിടും.
എങ്ങനുണ്ട് മോളെ, സൗഖ്യമാ? എല്ലാം മംഗളമായിരിക്കുന്നു അമ്മ. നീ അതൊക്കെ ഇങ്ങ് കൊണ്ടുവന്നു. മുത്തു, ബാക്കി സാധനങ്ങളൊക്കെ കൊണ്ടുവരാൻ ജോലിക്കാരോട് പറയും. ശാന്തി ഒന്ന് സഹായിക്കണേ. അയ്യോ, എടി മഹാഭാവി, ഇങ്ങനെയാണീ സഹായിക്കുന്നത്? കള്ളേ. മോളെ കണ്ണകി, ജോലിക്കാരെല്ലാം കൃത്യമായി പണിയെടുക്കുന്നുണ്ടല്ലോ. ആ, അടുക്കള വേലയ്ക്ക് 4-5 പേരെ ഞാൻ അയച്ചിരുന്നു. അപ്പാവുക്ക് തമാശ കേൾക്കണോ? അടുക്കളയിൽ പാചകം ചെയ്യുന്നവരെല്ലാം കണ്ണകി പറഞ്ഞു വിട്ടു. അതെന്താ മോളെ? സ്വയം ചെയ്താലേ സംതൃപ്തി കിട്ടുകയുള്ളൂ. രാജകുമാരിയെ പോലെ ജീവിച്ചവളാണ് കണ്ണകി. ഇവിടെയും അതുപോലെ തന്നെ ജീവിക്കണം. എന്റെ മകൾ കഷ്ടപ്പെടാൻ ഞാൻ അനുവദിക്കില്ല. അതുകൊണ്ടൊന്നും അല്ലപ്പ. അപ്പാവക്ക് ഭക്ഷണം പാചകം ചെയ്ത് വിളമ്പി തരുന്നത് അമ്മാവല്ലേ? എന്റെ വീട്ടിലും അപ്പാവും അമ്മാവും അതുപോലെ തന്നെയാണ്. ഭർത്താവിന്റെ ഇഷ്ടാനുസരണമുള്ള വിഭവങ്ങളൊക്കെ ഉണ്ടാക്കി അടുത്തിരുന്ന് വിളമ്പി കഴിപ്പിക്കുമ്പോഴുള്ള ആനന്ദവും സംതൃപ്തിയും അതൊന്ന് വേറെ തന്നെയാണ്. അവിടുത്തെ അമ്മാവും പറയാറുണ്ട്. കേട്ടില്ലേ വള്ളി? കോവില, കണ്ണകി പറഞ്ഞത് കേട്ടില്ലേ? അതെ അമ്മ, കണ്ണകി ഉണ്ടാക്കുന്ന ഭക്ഷണത്തിന്റെ രുചി ഒന്ന് വേറെ തന്നെയാണ്. അതിന്റെ രഹസ്യം എന്താ മോളെ? പാചകം ചെയ്യുമ്പോൾ അതിന്റെ കൂടെ സ്നേഹക്കൂട്ട് കൂടി ചേർക്കുമെന്നാണ് കണ്ണകി പറയുന്നത്. സ്നേഹക്കൂട്ടോ? അതെന്താ മോളെ? അതെന്ത് കിടക്കും? വള്ളി പൂർണ്ണ മനസ്സോടെയും സന്തോഷത്തോടെയും പാചകം ചെയ്ത് സ്നേഹത്തോടെ വിളമ്പുന്ന ആഹാരത്തിന്റെ കാര്യമാ ഈ പറയുന്നത്. പണ്ടൊക്കെ നീ എനിക്ക് വെച്ച് തന്നിട്ടില്ലേ, അതുപോലെ. എന്ന് വെച്ചാൽ ഇപ്പോൾ അങ്ങനെ അല്ലെന്നാണോ? വള്ളി, ചുമ്മാ ഞാനൊരു വിനോദം പറഞ്ഞതല്ലേ. ആ, എന്നാൽ നമ്മൾ ഇന്ന് കണ്ണകിയുടെ സ്നേഹക്കൂട്ട് ചേർത്ത ഭക്ഷണം കഴിച്ചിട്ടേ പോകുന്നുള്ളൂ. ആ, നാളെ കഴിഞ്ഞാൽ ഇവർ രണ്ടുപേരും അഴിമുഖത്തേക്ക് കച്ചവടത്തിന് പോവുകയല്ലേ. ആ, വള്ളി വരൂ. വരൂ മോളെ, അമ്മാവ് സഹായിക്കാം. ഞാനും സഹായിക്കാം. കണ്ണകി അമ്മ പറഞ്ഞത് കേട്ടില്ലേ? കേട്ട് പഠിക്ക്. കല്യാണം ഒന്ന് കഴിഞ്ഞോട്ടെ. തരാം, ഞാൻ എല്ലാത്തിനും വെച്ചിട്ടുണ്ട്. തരാം കേട്ടോ. എങ്ങടാ നീ? ദാ വന്നിട്ടമ്മ. നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ടടി കാണാൻ. കൊല്ല് കൊല്ല് കൊല്ല്, ഇതിലും ഭേദമാണോ? മുത്തു, ഇന്ന് എത്ര വള്ളങ്ങളിലെ ചരക്കുകൾ നമുക്ക് കപ്പലിലേക്ക് കയറ്റാൻ പറ്റും? ഒരു 20 വള്ളമെങ്കിലും കയറ്റാം. അപ്പോഴേക്കും സന്ധ്യയാകും. കുറെ കൂടി ജോലിക്കാരെ കിട്ടിയാൽ രാത്രിയിലും കയറ്റാം. ഏതാണ്ട് 250 വള്ളങ്ങൾ നമുക്ക് വേണ്ടി കാത്തു കിടക്കുന്നുണ്ട്. 10-15 ദിവസം കൂടി ഇനിയും നമുക്കിവിടെ താമസിക്കേണ്ടി വരും. പ്രഭു മാശാദന്റെ മകൻ കോവിലൻ, ആ പേരിന്റെ മഹിമയാണ് നമ്മുടെ കച്ചവടത്തിന്റെ പുരോഗതി. വ്യാപാരികൾക്ക് തറ വിശ്വാസ. അപ്പാവക്ക് നിന്നിലുള്ള വിശ്വാസവും അതുപോലെയാണ്. കച്ചവടം നിന്റെ കയ്യിൽ ഭദ്രമാണെന്നുള്ള ആത്മവിശ്വാസം. ആ, നമ്മുടെ കപ്പലിലെ മൂപ്പൻ വരുന്നുണ്ട്. ആ, വണക്കം മൂപ്പ. 250 വള്ളങ്ങൾ സരക്കുമായി കാത്തു കിടപ്പുണ്ട് സുമാ. അറിയാം മൂപ്പ, അവരുമായുള്ള കച്ചവടം ഉറപ്പിച്ചതാണ്. കപ്പലിലേക്ക് ചരക്ക് കയറ്റുന്ന വേഗത കൂട്ടണം മൂപ്പ. വ്യാപാരികൾ ബുദ്ധിമുട്ടരുത്. വേറെയും കപ്പലുകൾ തുറമുഖത്തുണ്ട് സുമാ. അവരുമായി ഒന്നും പട്ടണത്തിലെ വ്യാപാരികൾ കച്ചവടം ചെയ്യാറില്ല. അപ്പാവേയും இந்த യജമാവേയും അവർക്കെല്ലാം പെരിയ വിശ്വാസമാണ്. മൂപ്പ, കുറെ കൂടി ജോലിക്കാരെ കിട്ടിയാൽ രാത്രിയിലും ചരക്ക് കയറ്റാം. ഇനി 2 ദിവസം ഇവിടെ ആരെയും കിട്ടില്ല യജമാ.
ഇപ്പൊ ഉള്ളവരും 2 ദിവസം പണിയെടുക്കാൻ വരില്ല. അതെന്താ മൂപ്പ? ഇനി കുറേ ദിവസം പട്ടണത്തിലെ ദേവദാസ തെരുവിൽ ആഘോഷങ്ങളല്ലേ. ദേവദാസികളുടെ നൃത്തവും പാട്ടുമൊക്കെ ആസ്വദിക്കാൻ അവർ പോകും. പിന്നെ ഒരു പെരിയ സുന്ദരി നടന നാട്യരത്നം മാധവി, അവളുടെ പാട്ടും നൃത്തവും ഒക്കെ കാണാനും ആസ്വദിക്കാനും മഹാരാജാവ് സോളമനും വരുവേൻ. മാധവി അത്ര വലിയ നാട്ടിക്കാരിയാണോ? നാട്യം മാത്രമല്ല യസുമ, പാട്ടും. അപ്സര മാധവി സുന്ദരി, അവളെ കാണാൻ പോലും പണം കൊടുക്കണം. പാട്ടിലും നൃത്തത്തിലും മാധവിയെ വെല്ലാൻ இந்த പട്ടണത്തില് എതുക്ക് പക്കത്ത് പട്ടണത്തില് പോലും ആരുമില്ലേ. അത്ര പ്രമാദം. അത് കൊള്ളാമല്ലോ മൂപ്പ. മുത്തു, നമുക്കൊന്ന് കാണാൻ പോയാലോ? നൃത്തവും പാട്ടും ഒക്കെ കോലന്റെ ബലഹീനതയാണല്ലോ. മുത്തു, ഇന്നേക്ക് വേണ്ട യസുമ, ഇന്നേക്ക് വേണ്ട. മഹാരാജാ സോളമന്നൻ വരുന്ന ദിവസമല്ലേ, ആർക്കുമേ അങ്ങ് പോക മുടിയാത്ത. 2 നാൾ കഴിഞ്ഞു പോകോ. ശരി, അങ്ങനെ ആവാം. എന്തായാലും പറഞ്ഞു കേട്ട സ്ഥിതിക്ക് മാധവിയുടെ പാട്ടും നൃത്തവും ഒക്കെ ഒന്ന് ആസ്വദിക്കാതെ പോകുന്നത് ഉചിതമല്ല. പിന്നെ യസുമ എന്നാ കപ്പലിലേക്ക് പോകട്ടുമാ? ആ ശരി മൂപ്പ, എല്ലാം പറഞ്ഞതുപോലെ നടക്കട്ടെ. ശരി യസുമ, ശരി. വണക്കം വണക്കം. അപ്പോ നമ്മൾ എവിടെ വരെയാ കണക്ക് നോക്കിയത്? ആ കണക്കൊക്കെ ഇനി നമുക്ക് പിന്നെ നോക്കാൻ പറ്റും. അപ്സര മാധുരി സുന്ദരി, അപ്സര മാധുരി സുന്ദരി, അപ്സര മാധുരി സുന്ദരി, അപ്സര മാധുരി സുന്ദരി. എന്റെ മോൾ മാധവിയുടെ സൗന്ദര്യത്തിന് മുന്നിൽ ദേവനർത്തകികളായ മേനക, ഉർവശി, രംഭ, തിലോത്തമമാർ പോലും തോറ്റുപോകും. അമ്മ, അമ്മ, ഈ നൃത്തം പാക്കുന്നതുക്ക് ചോളമന്നൻ മഹാരാജാവ് എപ്പോഴാ അമ്മ വരുന്നത്? വരൂ മോളെ, ഈ ചിത്രാവതി വിളിച്ചാൽ ചോളമന്നൻ വരും, വന്നിരിക്കും. അമ്മ, അമ്മ, ചിത്രമതി അമ്മ, മഹാരാജ ചോളമന്നൻ വന്നിട്ട് இருக்க. ചോളമന്നൻ മഹാരാജാവ് തിരുമനസ് ആഗതനായാലും ചിത്രാവതിയും മകൾ മാധവിയും ആദരപൂർവം അങ്ങയെ അടിയങ്ങളുടെ ഈ ചെറിയ ഭവനത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. തിരുവന സാധ്യതയല്ലോ ചിത്രാവതി അമ്മയുടെ ഭവനത്തിലേക്ക് എഴുന്നള്ളുന്നത്. അടിയങ്ങൾക്കറിയാം, വർഷങ്ങൾ കുറെ കടന്നു പോയിരിക്കുന്നു. ഭഗവതി അമ്മ അന്ന് നല്ല ചെറുപ്പമായിരുന്നു. മതി. അടിയൻ മാധവിയുടെ നൃത്തം നാം ഇതുവരെ ആസ്വദിച്ചിട്ടില്ല. മാത്രമല്ല, നാം തീർച്ചയായും എത്തുമെന്ന് ചിത്രാവതിക്ക് വാക്കും നൽകിയിരുന്നു. മഹാരാജന് വലിയ തിരക്കുള്ള സമയമാണ്. എന്നിട്ടും മാധവിയെ നിരാശയാക്കുന്നതെന്ന് കരുതി വലിയ മനസ്സോടെയാണ് എഴുന്നള്ളിയത്. വസന്തമാലെ, കൊച്ചമ്മ, മാധവി കൊച്ചമ്മയെ കൂട്ടിക്കൊണ്ടുവരൂ. சரி அம்மா. ശരീരം അല്പം പോലും ഉടഞ്ഞിട്ടില്ല. പ്രായമായിട്ടും ചെറുപ്പം വിട്ടുമാറിയിട്ടില്ല. എന്താ ഇതിന്റെ രഹസ്യം? മനസ്സ് നന്നായിരിക്കണം. മാധവി, ഇങ്ങടുത്തു വരും. നിന്റെ ഈ സൗന്ദര്യം, അങ്കലാവണ്യം, മാൻപേടകളെ പോലുള്ള നിന്റെ ഈ വഴികൾ എല്ലാം നമ്മെ ഹരം പിടിപ്പിച്ചിരിക്കുന്നു. ചിത്രാവതി, വാദ്യമേളങ്ങൾ മുഴങ്ങട്ടെ, നൃത്തം ആരംഭിക്കട്ടെ. ആരംഭിക്കട്ടെ.
വേണുനാദഗാനം മഴയായി പൊഴിയുന്ന തഞ്ചാവൂരിലെ സായാഹ്നങ്ങൾ ശ്രുതി ചേർന്നു നിൽക്കുന്ന ചീരക്കാറ്റിലെ ജയഭാവനാസ്കര മധുര സംഗീതം വേണുനാദഗാനം മഴയായി പൊഴിയുന്ന തഞ്ചാവൂരിലെ പിടഞ്ഞോടും കണ്ണുകൾ പാവങ്ങളായി ചിരിയൂറും ചുണ്ടുകൾ ലയങ്ങളായി അരങ്ങേറ്റ വേദിയിലെ നവരസങ്ങൾ ആസ്വാദകരുടെ സ്വപ്നങ്ങളായി അരങ്ങേറ്റ വേദിയിലെ നവരസങ്ങൾ ആസ്വാദകരുടെ മനോഹരം, അതിമനോഹരം. മാധവി, നാം അതീവ സന്തുഷ്ടരായി. താമസിയാതെ തന്നെ രാജസദസ്സിൽ നൃത്തം ചെയ്യുവാനുള്ള അവസരം നാം നിനക്ക് നൽകുന്നതായിരിക്കും. മാധവി, നമ്മുടെ അടുത്തേക്ക് വരൂ. ഇതാ നമ്മുടെ ഓർമ്മയ്ക്കായി ഈ വജ്രമാല മാധവിയുടെ കഴുത്തിൽ നാം അണിയിക്കുകയാണ്. ചിത്രാവതി, വളരെ വർഷങ്ങൾക്ക് ശേഷമുള്ള ഈ കണ്ടുമുട്ടലിന്റെ ഓർമ്മയ്ക്കായി ഇതാ ഇത് ചിത്രാവതിയും സ്വീകരിക്കും. മഹാരാജാവിന്റെ വലിയ മനസ്സിനെ അടിയങ്ങൾ സന്തോഷത്തോടെ നമിക്കുന്നു. ചിത്രാവതി,
അതിഗൗരവമായ ചില കാര്യങ്ങൾ കൊട്ടാരത്തിൽ നടക്കുന്നു. നമ്മുടെ സാന്നിധ്യം അനിവാര്യമാണ്. തൽക്കാലം നാം വിടവാം. കൂടുതൽ സമയം മാധവിയോടൊത്ത് നമുക്ക് കഴിയണം. അതിനായി നാം വീണ്ടും വരുന്നതായിരിക്കും. നൃത്തവും പാട്ടുകളും ഒക്കെ നമുക്ക് വേണ്ടുവോളം ആസ്വദിക്കണം. പിന്നെ ഞാൻ പറഞ്ഞിട്ട ചിത്രാവതിക്ക് ഭവിഷ്യമാല മഹാരാജാവ് തന്നത് ഓർമ്മ വേണം. ഞാൻ പോയിട്ട് ഒറ്റയ്ക്കൊന്ന് വരുന്നുണ്ട്. നമുക്കൊന്ന് ആഘോഷിക്കണം. മാധവി, മോളെ മാധവി, എന്താ അമ്മ? ഈ വജ്രമാലയുടെ വില 1000 തങ്കപ്പണത്തിന് മേൽ വരും. ഇതെന്റെ കഴുത്തിൽ തന്നെ കിടക്കട്ടെ അമ്മ. മഹാരാജാവിന്റെ സമ്മാനമല്ലേ. ഇതെന്ത് ചെയ്യണമെന്ന് ഞാൻ തീരുമാനിക്കും. നീ അകത്ത് പോ. പൂനമ്മ, പൂനമ്മ, ഇതോ വന്നിട്ടമ്മ. ഇതാ നമ്മുടെ മലന്മാരെയും കൂട്ടി തുറമുഖത്ത് പോകണം. അവിടെ കച്ചവടക്കാരായ കപ്പൽ മുതലാളിമാരെല്ലാം താവളമടിച്ചിട്ടുണ്ട്. ഈ വജ്രമാല വിൽക്കണം. ചോളമന്നൻ മഹാരാജാവ് മാധവിക്ക് നൽകിയ സമ്മാനമാണ്. 1000 തങ്കപ്പണത്തിന്മേൽ വില പറഞ്ഞു വാങ്ങാൻ തയ്യാറായിട്ടുള്ള ആ ധനികനെ മാധവി കാത്തിരിക്കുന്നു എന്ന് പറഞ്ഞ് ഇവിടേക്ക് കൂട്ടിക്കൊണ്ടുവരണം. പുരിഞ്ചാച്ചാ? ഓ, പൊരിഞ്ചാച്ച് പൊരിഞ്ചാച്ച്. ശരി, പോയിട്. മാന്യമഹാജനങ്ങളെ, മുക്കാവാർ പട്ടണത്തിലെ തുറമുഖത്തെത്തിയിരിക്കുന്ന സമ്പന്നരായ വ്യാപാരികളെ, കേൾക്കുവിൻ കേൾക്കുവിൻ കേൾക്കുവിൻ. നടന നാട്യരത്നം മാധവിയുടെ നടനപാടവം കണ്ട് മനം തെളിഞ്ഞ മഹാരാജാവ് ശ്രീ ശ്രീ ചോളമന്നൻ സമ്മാനിച്ച വിലപിടിപ്പുള്ള വജ്രമാലയാണിത്. നോക്കുവിൻ, നിങ്ങൾക്കിത് സ്വന്തമാക്കാം. കടന്നു വരീൻ. അതോടൊപ്പം മാധവിയെ നേരിൽ കാണുകയും മാധവിയുടെ ഗാനങ്ങളും നൃത്തങ്ങളും മനം കുളിരെ ആസ്വദിക്കുകയും ചെയ്യാം. മുന്നോട്ട് വരൂ വ്യാപാരികളെ. വരണം വരണം. വജ്രമാലയാണ് തോന്നുന്നല്ലോ. വില പറയും. എത്ര പണം വേണം? 1000 തങ്കപ്പണത്തിന് മേൽ ഏറ്റവും കൂടുതൽ പണം തരുന്നയാൾക്ക് ഈ വജ്രമാല സ്വന്തമാക്കാം. മാത്രമല്ല, ഞങ്ങളുടെ കൂടെ വന്ന് മാധവിയെ കാണുകയും പാട്ടും നൃത്തവും മറ്റും ആസ്വദിക്കുകയും ചെയ്യാം. വരൂ, കടന്നു വരൂ. 1001 തങ്കപ്പണം. വരൂ, 1001 തങ്കപ്പണം. 1005 തങ്കപ്പണം. 1050 തങ്കപ്പണം. 1050 തങ്കപ്പണം. 1050 തങ്കപ്പണം. 1100 തങ്കപ്പണം. 1100 തങ്കപ്പണം. വരീൻ, വേഗം വരൂ. 1100 തങ്കപ്പണം. 2000 തങ്കപ്പണം. 2000 തങ്കപ്പണം. ഇതുപോലെ കൂടിപ്പോയില്ല. ആരെയാണ്? 2000 തങ്കപ്പണം. 2000 തങ്കപ്പണം. ഇനിയും കയറ്റി വിളിക്കാം. 2000 തങ്കപ്പണം ഒരു തരം. 2000 തങ്കപ്പണം 2 തരം. ഇനിയും കയറ്റി വിളിച്ചോളൂ. 2000 തങ്കപ്പണം 2 തരം. ആരുമില്ലേ? 2000 തങ്കപ്പണം 2 തരം. പഠിപ്പിക്കാൻ പോകുന്നു. 2000 തങ്കപ്പണം 3 തരം. വേണ്ട. നീയൊന്നും മിണ്ടാതെ. മുത്തു, ആ വജ്രമാല എനിക്ക് വേണം. നമുക്ക് വേണ്ട. മാലയല്ല, കഴുത്തിൽ കുരുക്കാണ്. വേണ്ട, വേണ്ടടാ. ഹേ സമ്പന്നനായ യുവപ്രഭു, വരൂ, നമുക്ക് മാധവിയുടെ വീട്ടിലേക്ക് പോകാം. അങ്ങയ്ക്ക് വേണ്ടി രഥം തയ്യാറാണ്. പോകരുത്. ഇത് ചതിയാണ്. കണ്ണകിയോർത്ത് പോകരുത്. നമ്മൾ കച്ചവടത്തിന് വന്നവരാണ്. അങ്ങോട്ട് മാറി.
ആവശ്യപ്പെടുന്ന പണം തരാൻ കഴിവുള്ളവനാണ്. പേര് കോവിലൻ. കാവേരി പൂമ്പട്ടണത്തിലെ പേരുകേട്ട വ്യവസായിയും ധനികനുമാണ്. നീ കൂർമ്മ ബുദ്ധിക്കാരിയാണ്. പ്രത്യേകമായി നിനക്ക് ഞാനൊരു സമ്മാനം തരുന്നുണ്ട്. താഴെ അദ്ദേഹത്തെ സ്വീകരിക്കുന്ന ചടങ്ങു കഴിഞ്ഞാൽ കൂട്ടിക്കൊണ്ടുവരണം. സ്വാഗതം, സുസ്വാഗതം. വന്നാലും പ്രഭുകുമാര. പുക്കാർ പട്ടണത്തിലെ മാധവിയുടെ മാതാവ് ചിത്രാവതി എല്ലാ ബഹുമതികളോടും കൂടി അങ്ങയെ സ്വീകരിക്കുന്നു. മകളെ മാധവി, ഇവിടേക്ക് വരൂ. ഇനി പണം കൈമാറി വജ്രമാല സ്വീകരിക്കൂ പ്രഭുകുമാര. പ്രഭുകുമാര, പണം കൈമാറി വജ്രമാല സ്വീകരിക്കൂ. ഇതാ 2000 തങ്കപ്പണം. മകളെ മാധവി, നമ്മുടെ വിശിഷ്ടാതിഥിയെ സന്തോഷിപ്പിക്കേണ്ടത് നിന്റെ കടമയാണ്. പ്രഭുകുമാര, എനിക്ക് മറ്റൊരു വിശിഷ്ടാതിഥിയുണ്ട്. അവിടേക്ക് പോകണം. മാധുരിയുടെ പാട്ടും നൃത്തവും ഒക്കെ അങ്ങ് വേണ്ടുവോളം ആസ്വദിക്കണം. അനുവാദം തന്നാലും. അങ്ങനെയാവട്ടെ. മാധവിയെ പറ്റി ധാരാളം കേട്ടിരിക്കുന്നു. ഗാനകോകിലും മയൂരത്തെ വെല്ലുന്ന നൃത്തപാഠവും അപ്സര കന്യകമാരെ നിഷ്പ്രഭമാക്കുന്ന അംഗലാവണ്യം. മാധവി, ഞാൻ നിന്നിൽ അനുരക്തനായിരിക്കുന്നു. അങ്ങയുടെ ഈ വർണ്ണനയിൽ ലയിച്ച് ആദിത്യ മര്യാദ ഞാൻ മറന്നിരിക്കുന്നു. ഈ മധു പാനം ചെയ്യൂ. അയ്യോ, ഞാൻ ഇതുവരെ മദ്യം രുചിച്ചിട്ടില്ല. ഇത് മദ്യമല്ല, മാധുരിയുടെ ലാസ്യത്തിന്റെ മുന്തിരിച്ചാറാണ്. കുടിക്കൂ. മാധവിയുടെ സ്നേഹത്തിന് മുന്നിൽ ഞാനൊരു അനുസരണയുള്ള ശിശുവായി മാറുന്നു. സമാഗമ നിമിഷങ്ങളിൽ സ്നേഹസുധായി നിന്നരിൽ പ്രപഞ്ചശില്പിയുടെ കരവിരുതോ പ്രകൃതി ദേവിയുടെ വരദാനമോ ആദ്യ സമാഗമ നിമിഷങ്ങളിൽ സ്നേഹസുധായി പ്രപഞ്ചശില്പിയുടെ കരവിരുതോ പ്രകൃതി ദേവിയുടെ വരദാനമോ ആദ്യ സമാഗമ നിമിഷങ്ങളിൽ സ്നേഹസുധായി നിന്നരിൽ ഹൃദയങ്ങളെ ഉടയടനെയ്യുന്ന മോഹങ്ങളെ ചിരകാല സ്വപ്നങ്ങൾ കേട്ട് ചിരിക്കുന്ന പൂവിന്റെ നൂറഴക് അറിയാതെ അടുക്കുന്ന ഹൃദയങ്ങളെ ഉടയടനെയ്യുന്ന മോഹങ്ങളെ ചിരകാല സ്വപ്നങ്ങൾ കേട്ട്
സമാഗമ നിമിഷങ്ങളിൽ സ്നേഹസുധായി നിന്നരി. അറിയാതെ അറിയുന്നു പ്രണയങ്ങളെ, കളിയോടം നീങ്ങുന്ന നയനങ്ങൾ, പ്രണയപ്രഭാവങ്ങൾ കീഴടങ്ങ് പ്രഭാതസൂര്യന്റെ നൂറഴക്. അറിയാതെ അറിയുന്നു പ്രണയങ്ങളെ, കളിയോടം നീങ്ങുന്ന നയനങ്ങൾ, പ്രണയപ്രഭാവങ്ങൾ കീഴടങ്ങ് പ്രഭാതസൂര്യന്റെ നൂറഴക്. മാധവി, ഇനിയുള്ള കാലം ഞാൻ മാധവിയുടെ കൂടെ ജീവിക്കും. നിന്റെ പാട്ടും നൃത്തവും ദിവസവും എനിക്ക് ആസ്വദിക്കണം. മാധവി, നീ എന്റേതാണ്, എന്റേത് മാത്രം, എന്റേത് മാത്രം. എന്റെ മാധവിക്കിതാണ് പ്രഭു കോവിലിന്റെ ആദ്യ പ്രേമോപഹാരം സമർപ്പിക്കുന്നു. മുത്തുകളും പവിഴങ്ങളും വജ്രങ്ങളും കൊണ്ടുള്ള ആഭരണം ഇനി ഞാൻ മാധവിക്ക് സമ്മാനിച്ചുകൊണ്ടേയിരിക്കും. മാധവി, നീ എന്റേതാണ്, എന്റേത് മാത്രം, എന്റേത് മാത്രം. എത്ര ദിവസമായി മാധവിയുടെ വീട്ടിന് മുന്നിൽ വന്നു നിന്ന് ഞാൻ കോവിലിനെ അന്വേഷിക്കുന്നു. ഇതുവരെ ഒന്ന് കാണാൻ പോലും കഴിഞ്ഞില്ലല്ലോ. കടുവിടെ അപ്പാവോടും കണ്ണകിയോടും ഞാൻ എന്ത് സമാധാനം പറയും? ബ്രാഹ്മണനാണെന്ന് പറഞ്ഞ് നടക്കലും നാണം കെട്ടവൻ. ദേവദാസി തെരുവിൽ വന്ന് കണ്ണത്തിൽ കണക്ക് പറയുന്നു. ദാരിദ്ര്യവാസി. ഫു! പോയിക്കോ. അയ്യോ, കലികാലം കലികാലം. ഇതെന്താ വെള്ളരിക്കപ്പെട്ടണമോ? നമ്മൾ ഒരു സാധനം വാങ്ങുമ്പോൾ വില പേശൽ നടക്കുമല്ലോ. നടക്കുമോ ഇല്ലയോ? അല്ല മാധവി, കൂടുതൽ പണം ചോദിച്ചപ്പോൾ അത് കുറയ്ക്കണമെന്ന് നമ്മൾ പറഞ്ഞു. അത് തപ്പാണോ? അല്ലല്ലോ. അതൊക്കെ താ അതോ ഭാര്യ ഭദ്രകാളി മാതിരി കത്തിരിക്ക ഓടി പെണ്ണുങ്ങൾ. അത് ശരി, വീരമുത്തു കണ്ണനാ, നിങ്ങൾക്കും ഇവിടെ പറ്റുപടിയുണ്ട് അല്ലേ? ഏയ്, മീനാക്ഷി വീട്ടിലെയാ അതോ കാമാക്ഷി വീട്ടിലെയാ? വേണ്ടാതെ വർത്തമാനം പറയരുത്. ഇതൊക്കെ വല്ലപ്പോഴും വേണ്ടത് തന്നെയല്ലേ മുത്തുവണ്ണ? അവിടെ സമ്പത്തുള്ളവരിൽ നിന്നും നമ്മൾ ദക്ഷിണ വാങ്ങുന്നു, ഇവിടെ നമ്മൾ പാവം പെണ്ണുങ്ങൾക്ക് കൊടുക്കുന്നു. നാണമില്ലടോ തനിക്ക്? ദേവദാസി തെരുവിലും ബ്രാഹ്മണർക്ക് പേര് ദോഷമുണ്ടാക്കും നാണമില്ലാത്തവൻ. അത് ശരി, ദേവദാസി തെരുവിൽ വന്ന് നിങ്ങൾ മാന്യൻ, നമ്മൾ മോശക്കാരൻ. അനാവശ്യം പറയരുത്. എന്റെ മിത്രം കോവലിനെ കാത്തു നിൽക്കുകയായി ഞാൻ. ഓ അപ്പടിയാ? അപ്പോൾ കാവേരി പൂമ്പട്ടണത്തിൽ ആളുകൾ പറയുന്നത് ശരി തന്നെ. ആളുകൾ എന്ത് പറഞ്ഞു? പ്രഭു കോവിലൻ இந்த തെരുവിലെ മാധവി എന്ന ദേവദാസി നർത്തകിയുടെ വലയിൽ കുരുങ്ങിക്കിടക്കുന്നു എന്ന്. സദാസമയവും പാട്ടും നൃത്തവും മദ്യവും പിന്നെ അതാണ് തെരുവിലെ സംസാരം. ശിവനെ, കാര്യം കണ്ടിട്ടും മടങ്ങിപ്പോയാൽ പോരേ. ഇവിടെ ഇങ്ങനെ കിടക്കേണ്ട വല്ല കാര്യമുണ്ടോ? നിങ്ങൾ കൂടുതലൊന്നും പറയണ്ട. ഒന്ന് പോയേ. അത്
പറഞ്ഞാൽ കുറ്റം, കണ്ടത് പറഞ്ഞാലും കുറ്റം. ഇതോ നമ്മുടെ ആള് പോയിട്ടിരിക്കാൻ. മനോരമ, മനോരമ, നില്ലമ്മ, നില്ലമ്മ. ഞാൻ മനോരമയല്ലടോ, കല്യാണിയാ. ஆமா 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 கல்யாணி கல்யாணி கல்யாணியோ களவாணியோ கல்யாணி அங்க நில்லம்மா, இதோ நான் வந்துட்டேன் வந்துட்டேன். കോവില കോവില മിത്രമേ, നീ എത്തിയല്ലോ. കോവില, സമാധാനായി. ദിവസം ഞാനിവിടെ വന്ന് നിന്നെ അന്വേഷിക്കുമായിരുന്നു. ഒന്ന് കാണാൻ പോലും സാധിച്ചിരുന്നില്ല. നീ എത്തിയല്ലോ. വരൂ, പോകാം. എത്രയും വേഗം നമുക്ക് കാവേരി പൂമ്പട്ടണത്തിൽ എത്തണം. വീട്ടിലെല്ലാവരും നമ്മെ കാണാതെ വിഷമിക്കുന്നുണ്ടാകും. ആ, അതിരിക്കട്ടെ. ചരക്കുകളെല്ലാം കപ്പലിൽ കയറ്റിയില്ലേ? കയറ്റി. കപ്പൽ തുറമുഖം വിട്ടു കഴിഞ്ഞു. പണം എത്ര ബാക്കിയുണ്ട്? എല്ലാം തീർന്നു. കുറെ പണം ഇനിയും കൊടുത്തു തീർക്കാനുണ്ട്. നിന്റെ കയ്യിൽ പണം ഉണ്ടായിരുന്നല്ലോ. എന്റെ കയ്യിലും ഒന്നുമില്ല. ഏ, പണം പിന്നെ എവിടെ പോയി? എല്ലാം മാധവിക്ക് കൊടുത്തു. കോവില, അപ്പ ഇതറിഞ്ഞ അപ്പാവോട് നീ ഒന്നും പറയണ്ട. അഥവാ ചോദിച്ചാൽ എല്ലാ കച്ചവടത്തിനും മുടക്കിയിരിക്കുകയാണെന്ന് പറയാം. കോവില, എന്റെ മിത്രമേ, നിന്റെ ഈ പോക്ക് മഹാ അപകടത്തിലേക്കാണ്. ഉപദേശം വേണ്ട. എനിക്ക് കുറച്ച് പണം ഉടനെ വേണം. അപ്പായുടെ പേര് പറഞ്ഞാൽ പണം കടന്നിരുന്ന ഹുണ്ടി പണക്കാർ തുറമുഖത്തുണ്ട്. നീ പോയി പണം വാങ്ങിക്കൊണ്ടുപോകാം. കോവില, കണ്ണിൽ എണ്ണ ഒഴിച്ച് നിന്നെ കാത്തിരിക്കുന്ന സ്നേഹനിധിയായ നിന്റെ ഭാര്യ കണ്ണകി, വ്യാപാരത്തിൽ മകന്റെ ഭാവി വളർച്ച സ്വപ്നം കണ്ടുറങ്ങുന്ന അപ്പ അമ്മ, കോവില, അവരെയൊക്കെ വഞ്ചിച്ചിട്ടുള്ള നിന്റെ ഈ പോക്ക് വേണ്ടോ കോവില? നമുക്ക് വീട്ടിലേക്ക് പോകാം. എന്റെ പൊന്നു മിത്രമേ, ദേവദാസി തെരുവിലെ കേവലം ഒരു അഭിസാരികയായ നർത്തകിക്ക് വേണ്ടി മുത്തു, മാധവിയെ പറ്റി ഒരക്ഷരം പറയരുത്. അവളെന്റെ എല്ലാമെല്ലാമാണ്. ഞാൻ വീട്ടിലേക്ക് പോകും. ആവശ്യമുള്ള പണവുമായി എനിക്ക് തിരിച്ചു വരണം. വീട്ടിൽ ആരോടെങ്കിലും ഇതേപ്പറ്റി എന്തെങ്കിലും പറഞ്ഞാൽ അല്പസമയം ഇടവേള.